Hi all, welcome back to Click. About 14 days dual lab with Click for the preparation of Industries Extension Officer exam. അഞ്ചാമത്തെ ദിവസത്തിലേക്ക് കടക്കുമ്പോൾ എന്തൊക്കെ സബ്ജക്ട്സ് ഏതൊക്കെ ടോപ്പിക്സ് പഠിക്കണം എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ നമുക്കറിയാം 3 സബ്ജക്ട്സ് ആണുള്ളത്: എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സ്, ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി. എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സിനെ സംബന്ധിച്ചിടത്തോളം മറ്റു 2 സബ്ജക്റ്റുകളേക്കാൾ വെയിറ്റേജ് കൂടുതലാണ്. എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സിൽ നമുക്ക് 40 മാർക്സിനുള്ള ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. ഇൻ കേസ് ഓഫ് കെമിസ്ട്രി ആൻഡ് ഫിസിക്സ് 30 മാർക്സിനുള്ളതേ വരുന്നുള്ളൂ. എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സിൽ 5 മൊഡ്യൂൾസ് വരുന്നുണ്ട്. ഫിസിക്സും കെമിസ്ട്രിയും 3 മൊഡ്യൂൾസേ വരുന്നുള്ളൂ. ഓക്കെ, അപ്പൊ നമ്മൾ ഡേ 5ലേക്ക് കടക്കുമ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ എഞ്ചിനീയറിംഗ് ഫിസിക്സ് നമ്മുടെ ഓൾറെഡി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അതിന്റെ റിവിഷൻ ആണ് നമ്മളിപ്പോ നടത്തിക്കൊണ്ടിരിക്കുന്നത്. സോ 30 മാർക്സ് ഔട്ട് ഓഫ് 100 നമ്മൾ ഒറ്റ തവണയെങ്കിലും കണ്ടന്റ് കണ്ടുപോയിട്ടുണ്ട്. ഓക്കെ, അറ്റ്ലീസ്റ്റ് ഞാൻ വിചാരിക്കുന്നു നിങ്ങൾ ഈ കണ്ടന്റ്സ് എല്ലാം, വീഡിയോസ് എല്ലാം കാണുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ നോട്ട്സ് പഠിക്കുന്നുണ്ട്, ഒപ്പം ക്യാപ്സ്യൂള് തയ്യാറാക്കുന്നുണ്ട്, Q&As, അതായത് ക്വസ്റ്റ്യൻ ബാങ്ക്സ് ആൻസർ ചെയ്ത് നോക്കുന്നുണ്ട്. സോ ഒരു 30 മാർക്കിനുള്ള കണ്ടന്റ്സിന്റെ പ്രിപ്പറേഷൻ നമ്മുടെ കഴിഞ്ഞു. ഇനി കെമിസ്ട്രിയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ ഡേ 4 നമ്മൾ പോളിമേഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നതോടെ നമ്മുടെ ഫസ്റ്റ് മൊഡ്യൂൾ തീരും. പിന്നെ നമ്മൾ സെക്കൻഡ് മൊഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഇന്ന് സെക്കൻഡ് മൊഡ്യൂൾ സ്റ്റാർട്ടും ചെയ്തിട്ടുണ്ടായിരിക്കണം, ഇൻ വിച്ച് നമ്മൾ ഒറ്റ ടോപ്പിക് ഒഴികെ ബാക്കി എല്ലാ ടോപ്പിക്സും കംപ്ലീറ്റ് ചെയ്തിരിക്കണം. ഏതൊക്കെ ടോപ്പിക്സ് ആണ് സെക്കൻഡ് മൊഡ്യൂളിൽ വരുന്നത്? തെർമൽ അനാലിസിസ്, TGA DTA, അതിന്റെയൊക്കെ പ്രിൻസിപ്പിളും അതുപോലെ തന്നെ ആപ്ലിക്കേഷൻസും, പിന്നെ അതുപോലെ തന്നെ ക്രൊമാറ്റോഗ്രഫി, ദെൻ സ്കാനിങ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പി, സെം, ഇതെല്ലാം കംപ്ലീറ്റ് ചെയ്തിരിക്കണം 4th ഡേയോട് കൂടെ. സോ അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ നിങ്ങളുടെ കൈവശം ഫസ്റ്റ് മൊഡ്യൂളിന്റെ കംപ്ലീറ്റ് റിവിഷൻ മെറ്റീരിയലും അതുപോലെ തന്നെ സെക്കൻഡ് മൊഡ്യൂളിന്റെ നമ്മൾ ഈ പറഞ്ഞ 3 ടോപ്പിക്സ് ഉണ്ടല്ലോ, അതിന് വേണ്ട റിവിഷൻ മെറ്റീരിയൽസും തയ്യാറായിരിക്കണം. ഓക്കെ, ഇനി കമ്മിങ് ടു എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സ്. എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സിന്റെ കാര്യത്തിൽ ഡേ 4ഓട് കൂടിയിട്ട് നമ്മുടെ മൊഡ്യൂൾ 2 വിച്ച് ഇസ് കാൽക്കുലസ്, 2 ദിവസമായിട്ടാണ് നമ്മളത് പഠിച്ചിട്ടുണ്ടായിരുന്നത്. കാൽക്കുലസിന്റെ പാർട്ട് 2 നമുക്ക് ഇന്നത്തോടെ തീർക്കണം. അതിന്റെ എൻഡ് ഓഫ് ഡേ നമ്മുടെ പക്കല് സോ കോൾഡ് റിവിഷൻ മെറ്റീരിയൽ കൈവശം ഉണ്ടായിരിക്കണം. ഓക്കെ, ഇത്രയാണ് നമ്മുടെ സ്റ്റേറ്റസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മിനിഞ്ഞാന്നാണ് നമ്മൾ റിവിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. സോ നമ്മൾ പഠിച്ച കണ്ടന്റ്സ് എല്ലാം സോ കോൾഡ് 2, 3, 5, 7 എന്ന് പറയുന്ന ആ ഒരു സയന്റിഫിക് ടെക്നിക്ക് ഫോളോ ചെയ്തിട്ടാണ് നമ്മൾ റിവിഷൻ ചെയ്യുന്നത്. അപ്പം റിവിഷനും കൂടെ നിങ്ങൾ കൊണ്ടുപോകുന്നുണ്ട് എന്ന വിശ്വാസത്തിലാണ് ഞാൻ കണ്ടന്റ്സ് ഷെയർ ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് ഡേ 5ലേക്ക് കടക്കുമ്പോൾ എന്തൊക്കെയാണ് കണ്ടന്റ്സ് നമ്മൾ പഠിക്കേണ്ടത് എന്നുള്ളത് നോക്കാം. ഞാൻ പറയുവാണ്, ഡേ 5 ആയി, അതായത് 14 ഡേയ്സ് ലാപ്പിലെ ആ ഒരു ഡ്യുവൽ ലാപ്പിലെ 5th ഡേയിലേക്കാണ് വേണ്ട കണ്ടന്റ്സ്, അതായത് നാളേക്ക് വേണ്ട കണ്ടന്റ്സ് ആണ് ഇതിനകത്ത് പറയുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ ആസ് യൂഷ്വൽ എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സ് തന്നെയാണ് ഞാൻ മെൻഷൻ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നിങ്ങൾ നാളെ ചെയ്യേണ്ട കാര്യം മൊഡ്യൂൾ 3 വിച്ച് ഈസ് ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻസ്. ചെറിയൊരു മൊഡ്യൂളാണ്. അതിന്റെ വീഡിയോ നമ്മൾ ചാനലിൽ ചെയ്തിട്ടുണ്ട്. പ്രോബ്ലംസും വരാൻ സാധ്യതയുള്ള കാര്യങ്ങളും എല്ലാം ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇറ്റ് ഈസ് ലെസ് ദാൻ 30 മിനിറ്റ്സ് ഓൺലി. ഒരു 30 മിനിറ്റ്സ് മാക്സിമം വരുന്ന ഒരു വീഡിയോ ആണ്. പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻസിനെ സംബന്ധിച്ചിടത്തോളം നേരത്തെ നമ്മൾ മാത്തമാറ്റിക്സിന് പറഞ്ഞിട്ടുണ്ടായിരുന്ന 40 മാർക്സ് വെയിറ്റേജ് ഉണ്ടല്ലോ ഔട്ട് ഓഫ് 100. ആ 40 മാർക്സിലെ 4 മാർക്സ് മാത്രമാണ് അതിനുള്ള ക്വസ്റ്റ്യൻസ് മാത്രം. അതായത് 4 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയുന്ന ആ ഒരു ചെറിയ മൊഡ്യൂള്, 3ാമത്തെ മൊഡ്യൂളില് പ്രതീക്ഷിക്കുന്നത്. അത് ഞാൻ പറഞ്ഞു 30 മിനിറ്റ്സ്, ലെസ് ദാൻ 30 മിനിറ്റ്സ് ഉള്ള ഒരു വീഡിയോ ആണ്. ദെൻ നിങ്ങൾക്ക് നോട്ട്സ് നോക്കാം. നിങ്ങൾക്ക് ദെൻ അഗൈൻ നെക്സ്റ്റ് 30 മിനിറ്റ്സ് എന്ത് ചെയ്യാം, പിന്നെ പ്രോബ്ലംസ് ഒക്കെ ഒന്ന് വർക്ക്ഔട്ട് ചെയ്ത് നോക്കാം, പഠിക്കാം. അതാണ് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഓക്കെ, ഇനി മാക്സിമം നമ്മൾ ഈ ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ അതായത് 3rd മൊഡ്യൂൾ കംപ്ലീറ്റ് ചെയ്ത് ദെൻ പ്രോബബിലിറ്റി വിച്ച് ഇസ് 4th മൊഡ്യൂൾ അത് ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് വെക്കുക. അതിനകത്ത് പാർട്ട് 1
അതായത് മീൻ, മീഡിയൻ, മോഡ്, അതുപോലെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, കോറിലേഷൻ, കാൾപിയേഴ്സൺ കോറിലേഷൻ കോഎഫിഷ്യന്റ്, അതുപോലെ തന്നെ ലീനിയർ റിഗ്രഷൻ. ഇത്രയും ബേസിക് ആയിട്ടുള്ള ടോപ്പിക്കുകൾ അതെല്ലാം നമ്മളൊരു ലെസ് ദാൻ 25 മിനിറ്റ്സ് വരുന്ന വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. സോ you guys do watch that video, less than 25 minutes only. Then you go through the notes and work out on few problems, and at the end of day, as I always say, കയ്യിൽ റിവിഷൻ ഉള്ള മെറ്റീരിയൽ ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്പൊ അത്രയാണ് മാത്തമാറ്റിക്സിൽ നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതായത് 30 മിനിറ്റ്സ് ഒരു ലെസ് ദാൻ 30 മിനിറ്റ്സ് വരുന്ന ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷനും ലെസ് ദാൻ 25 മിനിറ്റ്സ് വരുന്ന പ്രോബബിലിറ്റി ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ്, ആ പോർഷനിലെ കുറച്ച് കണ്ടന്റ്സും. ഓക്കെ, അതായത് 2 മണിക്കൂർ നിങ്ങളുടെ അതോടുകൂടെ തീർന്നു എന്നാണ് ഞാൻ അസ്യൂം ചെയ്യുന്നത്. ഓക്കെ, 2 hours ആണ് നിങ്ങൾ അതിനുവേണ്ടി സ്പെൻഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇനി നെക്സ്റ്റ് സബ്ജക്റ്റിലേക്ക് കടക്കുവാണെങ്കിൽ, ഇനി ഫിസിക്സ് നമുക്ക് ഇനി ഒന്നും ബാക്കിയില്ല. സോ ദ നെക്സ്റ്റ് സബ്ജക്ട് ഈസ് ഓബ്വിയസ്ലി എഞ്ചിനീയറിംഗ് കെമിസ്ട്രി. ഓക്കെ, എഞ്ചിനീയറിംഗ് കെമിസ്ട്രിയെ സംബന്ധിച്ചിടത്തോളം നമ്മള് മൊഡ്യൂൾ 1 നേരത്തെ നമ്മള് തീർത്തിട്ടുണ്ട്. മൊഡ്യൂൾ 2 പോയിക്കൊണ്ടിരുന്നിരുന്നത്. മൊഡ്യൂൾ 2 തന്നെ ഒരു ടോപ്പിക്കും കൂടിയേ നമുക്ക് തീർക്കാനുള്ളൂ, വിച്ച് ഈസ് സ്പെക്ട്രോസ്കോപ്പി. അത് കുറച്ചുണ്ട്. ആ സ്പെക്ട്രോസ്കോപ്പി പഠിക്കുമ്പോൾ നിങ്ങൾ പ്രിൻസിപ്പിൾ ആൻഡ് ആപ്ലിക്കേഷൻസ് ഓഫ് UV-Vis ആൻഡ് ഇൻഫ്രാറെഡ് സ്പെക്ട്രോസ്കോപ്പി അത് നോക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻസ്, ഇലക്ട്രോണിക് ട്രാൻസിഷൻസ്, 1,3-butadiene ആൻഡ് 1,3,5 hexatrain, അതും പിന്നെ ബിയർ-ലാംബർട്ട്സ് ലോ, ടൈപ്പ് ഓഫ് മോളിക്കുലർ വൈബ്രേഷൻസ് ആൻഡ് മോഡ്സ് ഓഫ് വൈബ്രേഷൻസ് ഇൻ CO2 ആൻഡ് H2O. അതുപോലെ തന്നെ ഐഡന്റിഫിക്കേഷൻ ഓഫ് ഇന്റർ ആൻഡ് ഇൻട്രാമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ് യൂസിങ് IR സ്പെക്ട്ര എക്സാമ്പിൾസ്. ഓക്കെ, ഇത്രയാണ് ആ സ്പെക്ട്രോസ്കോപ്പി എന്ന് പറയുന്ന ടോപ്പിക്കിന്റെ അണ്ടറിൽ വരുന്നത്. വി ഹാവ് ഡൺ ദാറ്റ് ഇൻ ലെസ് ദാൻ 25 minutes വീഡിയോ. ഓക്കെ, ലെസ് ദാൻ 25 മിനിറ്റ്സ് വരുന്ന ഒരു വീഡിയോയ്ക്ക് അകത്ത് സ്പെക്ട്രോസ്കോപ്പിയെ കുറിച്ചുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. യു ഗൈസ് പ്ലീസ് ഡു വാച്ച് ദാറ്റ് ഇഫ് യു ഹാവൻ ഡൺ ഇറ്റ് യെറ്റ്. ഓക്കെ, അത് വായിച്ചതിന് ശേഷം, അത് കണ്ടതിന് ശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണമെങ്കിൽ നോട്ട്സ് വായിക്കാം, പഠിക്കാം, കുത്തിയിരുന്ന് പഠിക്കാം. സോ മൈ പ്ലാൻ ഈസ് ദാറ്റ് ഈ സ്പെക്ട്രോസ്കോപ്പിക്ക് വേണ്ടി മാത്രം, എഞ്ചിനീയറിംഗ് കെമിസ്ട്രിയിൽ നാളെ സ്പെക്ട്രോസ്കോപ്പി ആണല്ലോ പഠിക്കുക, അപ്പൊ അതിനകത്തെ 1 hour നിങ്ങൾ അതിനുവേണ്ടി സ്പെൻഡ് ചെയ്യണം എന്നാണ് എന്റെ സജഷൻ എന്ന് പറയുന്നത്. നൗ കമ്മിങ് ടു അവർ മാൻഡേറ്ററി റിവിഷൻ. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ 2-3-5-7 എന്ന് പറയുന്ന ആ ഒരു മെത്തേഡാണ് ഫോളോ ചെയ്യുന്നത്. അതായത് ഒരു ടോപ്പിക്ക് പഠിച്ച് 2 ദിവസം കഴിയുന്നതോടെ നമ്മൾ ഫസ്റ്റ് റിവിഷൻ ചെയ്യുന്നു, ദെൻ 3rd ഡേ ചെയ്യുന്നു, ദെൻ 5th ഡേ ചെയ്യുന്നു, ഫൈനലി 7th ഡേ ചെയ്യുന്നു. ഓക്കെ, അപ്പോ നമ്മുടെ മാൻഡേറ്ററി റിവിഷനിൽ ഫസ്റ്റ് ഓഫ് ഓൾ എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സ്, അതിനകത്ത് മൊഡ്യൂൾ 1, അതായത് സെക്കൻഡ് പാർട്ട് വരുന്നുണ്ടല്ലോ, അതായത് സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻസ്, റോ എക്ലോൺ ഫോം ആൻഡ് റാങ്ക് ഓഫ് എ മെട്രിക്സ്, ഫണ്ടമെന്റൽ തിയറം ഫോർ ലീനിയർ സിസ്റ്റംസ്, ഈഗൻ വാല്യൂസ് ആൻഡ് ഈഗൻ വെക്ടേഴ്സ്. അപ്പൊ മൊഡ്യൂൾ 1 അതോടുകൂടെ തീരുവാണേ. നേരത്തെ മെട്രിക്സ് ഓൾജിബ്ര പ്രീവിയസ് ഡേയ്സിൽ നമ്മൾ റിവൈസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ദെൻ മൊഡ്യൂൾ 2 അതിന്റെ പാർട്ട് 1 ഡേ 5 തന്നെ നിങ്ങൾ എന്ത് ചെയ്തിരിക്കണം, റിവൈസ് ചെയ്തിരിക്കണം. അതിനകത്ത് ഫസ്റ്റ് പാർട്ട് വിച്ച് ഇസ് ഫങ്ഷൻസ് ഓഫ് സിംഗിൾ വേരിയബിൾ, ലിമിറ്റ്, കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി, പിന്നെ മീൻ വാല്യൂ തിയറം, ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് കേട്ടോ. മീൻ വാല്യൂ തിയറം നമ്മൾ ക്വസ്റ്റ്യൻ എന്തായാലും കാണുമെന്ന് വിചാരിക്കുന്നുണ്ട്. പിന്നെ ഇൻക്രീസിങ് ആൻഡ് ഡിക്രീസിങ് ഫങ്ഷൻസ്, അത് നേരത്തെ കഴിഞ്ഞ അസിസ്റ്റന്റ് ഡയറക്ടർ ഇൻഡസ്ട്രീസ് ആൻഡ് കൊമേഴ്സ് ഡിപ്പാർട്ട്മെന്റ് ആ ഒരു പരീക്ഷ ഉണ്ടല്ലോ, അതിനകത്ത് ഇൻക്രീസിങ് ആൻഡ് ഡിക്രീസിങ് ഫംഗ്ഷന്റെ ഒരു ഡയറക്റ്റ് കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു. ആൻഡ് ദെൻ ഫൈനലി മാക്സിമ ആൻഡ് മിനിമ. ഏതിലെ മൊഡ്യൂൾ 2 ദാറ്റ് ഇസ് കാൽക്കുലസിന്റെ പാർട്ട് 1 അതൊന്ന് റിവൈസ് ചെയ്തേക്കണം ഇന്ന്. ദെൻ കമ്മിങ് ടു എഞ്ചിനീയറിംഗ് ഫിസിക്സ്. എഞ്ചിനീയറിംഗ് ഫിസിക്സ് നമ്മുടെ പ്ലാന് പ്രകാരം നമ്മൾ റിവൈസ് ചെയ്യേണ്ടത് മൊഡ്യൂൾ 2 അതുപോലെ തന്നെ മൊഡ്യൂൾ 3. മൊഡ്യൂൾ 2-നകത്ത് 2 ടോപ്പിക്സ് ആണ് മെയിൻ ആയിട്ട് വരുന്നത്. ഒന്ന് സെമി കണ്ടക്ടേഴ്സും അടുത്തത് സൂപ്പർ കണ്ടക്ടേഴ്സും. അതിന്റെ അണ്ടറിൽ കുറച്ച് ടോപ്പിക്സ്, സബ് ടോപ്പിക്സ് വരുന്നുണ്ട്. അതെല്ലാം എന്ത് ചെയ്തിരിക്കണം, ഡേ 5 റിവൈസ് ചെയ്തിരിക്കണം. ആൻഡ് കമ്മിങ് ടു മൊഡ്യൂൾ 3 എന്ന് പറയുന്നത് നമുക്കറിയാം അക്യൂസ്റ്റിക്സ് ആണ്.
അതും ഡേ 5 കംപ്ലീറ്റ് ചെയ്തിരിക്കണം, റിവിഷൻ. ഓക്കെ, ദെൻ കമ്മിങ് ടു എഞ്ചിനീയറിംഗ് കെമിസ്ട്രി. എഞ്ചിനീയറിംഗ് കെമിസ്ട്രി ആണ് ഇതിൽ മൊത്തത്തിൽ രണ്ടെണ്ണത്തിലും വെച്ച് ഫിസിക്സും മാത്തമാറ്റിക്സിനേക്കാളും കമ്പാരിറ്റീവ്ലി കുറച്ചുകൂടെ കുട്ടികൾ ടഫായിട്ട് കാണുന്നത്. അപ്പം എഞ്ചിനീയറിംഗ് കെമിസ്ട്രിക്ക് അകത്ത് നമ്മൾ ചെയ്യേണ്ടത് മൊഡ്യൂൾ 1 കുറച്ച് ടോപ്പിക്സ് ലൈക്ക് ഗ്ലാസ്, അതൊരു ദിവസത്തെ ക്ലാസ് ആയിട്ട് നിങ്ങളുടെ അടുത്ത് നോക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദെൻ സിമെന്റ്, ദെൻ പോളിമേഴ്സിന്റെ പാർട്ട് 1, അത്രയാണ് ഡേ 5 നമ്മൾ കവർ ചെയ്യേണ്ടത്. എങ്ങനെ റിവിഷൻ. അപ്പൊ അതിന് നിങ്ങൾക്ക് 1 മണിക്കൂറോ അല്ലെങ്കിൽ അത് കൂടുതലോ റിവിഷൻ മെറ്റീരിയൽ നിങ്ങൾ കൈവശം വെച്ചിരിക്കണം. ഓക്കെ, റിവൈസ് ചെയ്യുക, പറയുന്ന ദിവസം തന്നെ റിവൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പൊ നിങ്ങൾ ഇതിനോടൊപ്പം തന്നെ പോകുന്നുണ്ട് എന്ന വിശ്വാസത്തിലാണ് ഞാൻ ഡെയിലി വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പൊ ഇൻ കേസ് യു ആർ നോട്ടീസിങ് ദിസ് വീഡിയോ, പ്ലീസ് ഡു ലൈക്ക്, ഓക്കെ, ഓർ യു ക്യാൻ കമന്റ് ഇൻ ദ കമന്റ് സെക്ഷൻ. അപ്പൊ ഇനി മനസ്സിലാവും നിങ്ങൾ ഈ കണ്ടന്റ്സ് കാണുന്നുണ്ട്. ഈ ഒരു പ്ലാൻ നിങ്ങൾക്ക് വേണ്ട എങ്കിലും ഞാൻ അൺനെസസറിലി ടൈം വേസ്റ്റ് ചെയ്തിട്ട് ഇത് ചെയ്യേണ്ട കാര്യമില്ലല്ലോ. സോ യു ഡു ലൈക്ക്, either like or some kind of put some comments in the comment section, like that. Do something to acknowledge that you are watching this video and following this schedule. ഈ വീഡിയോ ഞാൻ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുവാണ്. നിങ്ങൾ സീരിയസ്ലി ഫോക്കസ് ചെയ്ത് പഠിക്കുക. ഫ്യൂ ഡേയ്സും കൂടി ഈ സ്ട്രഗിൾ ഉള്ളൂ. ഓക്കെ, അപ്പോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടില്ലെങ്കിലും നിങ്ങൾക്ക് അത് കമന്റിൽ ആഡ് ചെയ്യാവുന്നതാണ്. വേണമെങ്കിൽ നിങ്ങൾക്ക് ഡിസ്ലൈക്ക് അടിക്കാവുന്നതാണ്. ഡിസ്ലൈക്ക് ബട്ടൺ അവിടെ ഉണ്ടല്ലോ. ഓക്കെ, ദാറ്റ്സ് നോട്ട് എ പ്രോബ്ലം അറ്റ് ഓൾ. പിന്നെ നെക്സ്റ്റ്, ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് ദ ചാനൽ. ഓക്കെ, അപ്പോ signing off, your study partner Click. Focus on what really matters.